ഹലോ, അസ്സാം വലൈക്കും. ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വൈകുന്നേരം നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി റെസിപ്പിയാണിത്. നമ്മുടെ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് പച്ചരി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം പച്ചരി. 1 കപ്പോ 1.5 കപ്പോ 3/4 കപ്പോ എത്ര വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഇപ്പോൾ 3/4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 3 മണിക്കൂറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ മതി. ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഈ കുതിർത്ത അരി ഇതിലെ ഫുൾ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നല്ല പോലെ അരച്ചെടുക്കണം. വെള്ളമില്ലാതെ അരഞ്ഞ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇവിടെ 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പോലെ തന്നെ അരച്ചെടുക്കണം. കുറച്ചൊക്കെ തരി ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കഴിയുന്നതും നല്ല പോലെ അരച്ചെടുക്കാം. ഇത് നമുക്ക് വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തെല്ലാം എന്ന് നോക്കാം. ഇവിടെ അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 1 കപ്പ് പച്ചരിയിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വരെ എടുക്കാം. ചെറുതാണെങ്കിൽ 3 എണ്ണം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില, പിന്നെ നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ പച്ചമുളക് യൂസ് ചെയ്യുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണിനടുത്ത് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ബേക്കിംഗ് പൗഡറിൻ്റെ പകരം നിങ്ങൾക്ക് 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പരുവത്തിലായിരിക്കണം. അത്രയ്ക്ക് അങ്ങോട്ട് കട്ടി വേണമെന്നില്ല. നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കണം. ഈ മാവ് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം കയ്യിൽ അല്പം എണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. ഫുൾ മാവും ഉണ്ടാക്കിയെടുക്കുന്നില്ലെങ്കിൽ നമുക്കിത് നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണ അത്യാവശ്യം നല്ല പോലെ ചൂടുണ്ടായിരിക്കണം. അതിനുശേഷം നമ്മളിത് മീഡിയം തീയിലേക്ക് മാറ്റി കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എങ്കിലേ നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുകയുള്ളൂ. ഇട്ട പാടെ ഇത് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് താഴ്ന്നിട്ടാണ് കിടക്കുക. കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരും, ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. ആ സമയത്ത് വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എങ്കിലേ നമുക്ക് എല്ലാ ഭാഗവും ഒരേപോലെ കുക്കായി കിട്ടുകയുള്ളൂ. ഇതുപോലെ ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ എല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.